അസ്സലാമലൈക്കും. എന്ത് ഭംഗിയാണല്ലേ ചക്കച്ചുള കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണാനുള്ളത് പോലെ തന്നെയാണ് ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയാണ്. ഈ ചക്ക കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ പലഹാരം. പലരും കഴിച്ചിട്ടും ഉണ്ടാവും, ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും. കുമ്പിളപ്പം, ചക്കയപ്പം. ചക്ക കൊണ്ടുള്ള രണ്ട് വിഭവം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നുണ്ട്. ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കായിട്ട് 1 കപ്പ് ചക്ക അരച്ച് പേസ്റ്റ് ആക്കിയത്, 1 കപ്പ് ശർക്കര പാനി. ഈ ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ട് തന്നെ ശർക്കര 2 അച്ച് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി എടുത്തത്. ഈ ശർക്കര പാനി ഈ മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ മാവിലേക്ക് 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 മുറി തേങ്ങ ചിരവിയതും ചേർത്ത് ഇത് നല്ലപോലെ യോജിപ്പിച്ച് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇടക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങാക്കൊത്ത് മിക്സ് ആക്കിയ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചക്ക കഷ്ണങ്ങളാക്കിയത് അതും ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലയിലാണ്. വാഴയില വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം കറക്റ്റായിട്ട് നമുക്ക് ആ കോൺ ഷേപ്പിൽ കിട്ടുകയില്ല വാട്ടിയെടുക്കുകയാണെങ്കിൽ. ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് കുറച്ച് അച്ചു കൊടുത്തതിന് ശേഷം ഒരു പച്ച ഈർക്കില കൊണ്ട് ഇതൊന്ന് കുത്തി യോജിപ്പിക്കുക. നമ്മൾ സെറ്റാക്കിയെടുത്ത മാവ് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇഡലി ചെമ്പിലാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത്. 15 മിനിറ്റ് സമയം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന്റെ ആവിയൊക്കെ പോയി ചൂടാറിയതിനു ശേഷം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഓരോ സീസണിലേക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പടച്ചോൻ നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ട പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടു കൂടി തന്നെ ഈ ഭൂമിയിൽ വസിക്കാം. ഇതൊക്കെ അറിയാമെങ്കിലും പലരും ഇതിന് മുതിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ചക്കപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ടും ആദ്യത്തെ പോലെ തന്നെ ചക്ക എടുത്ത് അത് നല്ലപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. ചക്ക ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ വല്ലാതെ നിങ്ങൾ പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. 2 ഏലക്കയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. ഏലക്കന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് ശർക്കരയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിന് ഒരു പരിമിതി ഉണ്ട് കേട്ടോ. അധികമായിട്ട് വെള്ളം ഒഴിക്കരുത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് പിന്നീട് ഇതിലേക്ക് അരമുറി തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. 2 കപ്പ് എന്ന് പറഞ്ഞാലും അത് അത്രത്തോളം ഒന്നും ശരിയാവണം എന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് അധികം ടൈറ്റ് ആകാതെ ലൂസ്, എന്നാലോ വല്ലാതെ ലൂസ് ആവാനും പാടില്ല. ആ രീതിക്ക് ഇത് അടയ്ക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഇലയിൽ പരത്തിയെടുക്കണം. അതാണ് ഇതിന്റെ പരുവം. ഈ അപ്പം പരത്തിയെടുക്കുന്നത് ഈ വാഴയിലയിൽ തന്നെയാണ് കേട്ടോ. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെച്ചു കൊടുത്ത് പരത്തിയെടുക്കുക. കനലില്ലാതെ പരത്തിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ പരത്തിയെടുത്തതിന് ശേഷം നടുവശത്തായിട്ട് വീതിക്ക് മടക്കി കൊടുക്കുക. മുഴുവനായിട്ടും ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇഡലി തട്ടിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. 15-20 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച കുമ്പിളപ്പം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാൻ എടുത്ത ചക്ക ഭയങ്കര മധുരമുള്ള ചക്കയാണ്. അങ്ങനെയുള്ള ചക്കയൊക്കെ ആണെങ്കിൽ ഷുഗർ പേഷ്യന്റിനൊക്കെ മധുരം ഇടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതീവ ടേസ്റ്റി ആയിട്ടുള്ള 2 പലഹാരങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.